മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി ഇരുമ്പിളിയം പഞ്ചായത്തിൽ പുറമണ്ണൂരിൽ 25 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ് മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. തൂതപ്പുഴയുടെ തീരത്തായി ഹരിതാപമായ കുന്നിൻ ചെരുവിലെ ശാന്തതയിലാണ് ഈ അത്യാധുനിക വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്ക് നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1994 കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിൽ ഈ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത്. പതിനാറ് ബിരുദ വിഷയങ്ങളും 8 ബിരുദാനന്തര ബിരുദ വിഷയങ്ങളും നിലവിൽ ഇവിടെ അധ്യയനം നടക്കുന്നു. AMLI ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിൽ 25 വർഷത്തെ മികവുറ്റ പ്രവർത്തനം പൂർത്തീകരിച്ച ഈ വിദ്യാഭ്യാസ കേന്ദ്രം കോഴിക്കോട് സർവകലാശാലയിലെ തന്നെ മികച്ച സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കിടയിൽ മുൻപന്തിയിലെത്തി നിൽക്കുന്നു. Hello my dear students, welcome to the Department of Media and Communications, മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുറമണ്ണൂർ. 2012 അധ്യയന വർഷത്തിലാണ് മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നത്. ബാച്ചിലർ ഓഫ് മൾട്ടിമീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ BMMC എന്ന കോഴ്സ് കൂടിയിട്ടാണ് മജ്ലിസിൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 2013 BA മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സും 2019 BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സും ഇതേ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ആരംഭിച്ചു. നിലവിൽ BA മൾട്ടിമീഡിയ, BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നീ 3 UG പ്രോഗ്രാമുകളിലായി ഏകദേശം 300ഓളം വിദ്യാർത്ഥികളും 10ഓളം അധ്യാപകരും അടങ്ങിയിട്ടുള്ള ഒരു ടീമാണ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ മജ്ലിസ് കോളേജിൽ ഉള്ളത്. +2 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിവിധ ഡിസിപ്ലിൻ പഠിച്ച് മീഡിയ എഡ്യൂക്കേഷനിൽ പഠിക്കാൻ വേണ്ടി ഡിഗ്രി തലത്തിലോട്ട് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സംശയങ്ങളും ആകാംക്ഷകളും ഉണ്ടായിരിക്കും. ഈ സംശയങ്ങളും ആകാംക്ഷയും ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കീഴിലായി ബ്രിഡ്ജ് കോഴ്സ് നടത്തുന്നത്. +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഡിഗ്രി തലത്തിൽ, അത് മീഡിയ ആയിക്കോട്ടെ ഏത് ഡിഗ്രി ആയിക്കോട്ടെ, ആ തലത്തിലുള്ള പഠനത്തിലേക്ക് വളരെ പെട്ടെന്ന് സംശയങ്ങളെല്ലാം തീർത്ത് എത്തിപ്പെടുക എന്നതാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിന്നിവിടെ ഓരോ കോഴ്സിനെ കുറിച്ചും വളരെ വിശദമായി തന്നെ പറയാം. കാരണം BA മൾട്ടിമീഡിയ കോഴ്സുണ്ട്, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സുണ്ട്, BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം കോഴ്സുണ്ട്. ഈ കോഴ്സിലൊക്കെ നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ജോബ് കിട്ടും? ഈ കോഴ്സെല്ലാം പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ? ഈ കോഴ്സിൻ്റെ പ്രാക്ടിക്കൽ ആൻഡ് തിയറി എക്സാമുകൾ എങ്ങനെയൊക്കെയാണ്? ഇതിൻ്റെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അധ്യാപകരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നമ്മളുടെ അലുമിനി സ്റ്റുഡൻസിൻ്റെ, ഇവിടെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുട്ടികളുടെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരുടെ ജോബ്, അതുപോലെ തന്നെ നിലവിൽ അവരുടെ ഒരു കണ്ടീഷൻ, പ്രസൻറ്റ് കണ്ടീഷൻ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ദിവസം ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കോഴ്സുകളായി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ 3 കോഴ്സ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഓരോ കോഴ്സ് വെച്ച് നമുക്ക് പറയാം. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് BA മൾട്ടിമീഡിയ എന്ന കോഴ്സിനെ കുറിച്ചാണ്. BA മൾട്ടിമീഡിയ 6 സെമസ്റ്റർ ഡ്യൂറേഷനുള്ള UG പ്രോഗ്രാമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന സ്കിൽ ഓറിയൻറ്റഡ് UG പ്രോഗ്രാമാണ് BA മൾട്ടിമീഡിയ. ഇതിൻ്റെ മെയിൻ പേപ്പർ, അതായത് കോർ പേപ്പറിനെയാണ് പൊതുവെ മെയിൻ പേപ്പർ എന്ന് പറയുന്നത്. മെയിൻ പേപ്പർ മൾട്ടിമീഡിയയും ഇതിൻ്റെ സബ്സിഡിയറി പേപ്പേഴ്സ്, അതായത് കോംപ്ലിമെൻ്ററി പേപ്പേഴ്സ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനും ജേർണലിസമാണ്. BA മൾട്ടിമീഡിയ ഒരു LRP പാറ്റേൺ കോഴ്സാണ്. അപ്പം ഇനി സംശയം ഉണ്ടാവുക എന്താണ് LRP എന്നാണ്. LRP എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് റെഡ്യൂസ്ഡ് പാറ്റേൺ. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി
വിവിധ UG പ്രോഗ്രാമുകളിലായി വിവിധ പാറ്റേണുകളാണ് നടത്തപ്പെടുന്നത്. BA പാറ്റേൺ, BSc പാറ്റേൺ, BSc LRP പാറ്റേൺ, BCom പാറ്റേൺ ആൻഡ് BA LRP പാറ്റേൺ. അതിൽ നമ്മൾ മൾട്ടിമീഡിയയും BA വിഷ്വൽ കമ്മ്യൂണിക്കേഷനും BA LRP പാറ്റേണും BA മാസ് കമ്മ്യൂണിക്കേഷൻ BA പാറ്റേണുമാണ്. LRP പാറ്റേണിൻ്റെ പ്രത്യേകത ലാംഗ്വേജ് റെഡ്യൂസ്ഡ് ആയിരിക്കും. ഇറ്റ് മീൻസ് ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററുകളിൽ മാത്രമേ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ഉണ്ടായിരിക്കുകയുള്ളൂ. അതാണ് LRP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും സെമസ്റ്ററുകളിൽ മാത്രമാണ് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ഉണ്ടാവുള്ളൂ. BA മൾട്ടിമീഡിയയ്ക്കും BA വിഷ്വൽ കമ്മ്യൂണിക്കേഷനും. അതേ സ്ഥാനത്ത് BA മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സ് BA പാറ്റേൺ ആണ്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നീ 4 സെമസ്റ്ററുകളിൽ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും BA മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടി വരും. അതാണ് BA പാറ്റേണും BA LRP പാറ്റേണും തമ്മിലുള്ള വ്യത്യാസം. ഇനി മൾട്ടിമീഡിയയ്ക്ക് വരുന്ന സമയത്ത് ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്? പ്രധാനമായും കവർ ചെയ്യുന്നത് തുടക്കം കമ്പ്യൂട്ടർ ബേസിക്സ് മുതലാണ്, അല്ലെങ്കിൽ മീഡിയ ബേസിക്സ് മുതലാണ്. ഫണ്ടമെൻ്റൽസ് ഓഫ് മൾട്ടിമീഡിയ ബേസിക്സ് മുതൽ. അതിനുശേഷം സിനിമ, വെബ് ഡിസൈനിങ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, UX UI ഡിസൈനിങ്, 2D അനിമേഷൻ, 3D അനിമേഷൻ, ഓഡിയോ പ്രൊഡക്ഷൻ, വീഡിയോ എഡിറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, VFX, മൾട്ടി ക്യാമറ പ്രൊഡക്ഷൻ, സിനിമാറ്റോഗ്രഫി, ഫോട്ടോഗ്രഫി, ന്യൂസ് റിപ്പോർട്ടിംഗ് എഡിറ്റിംഗ്, ഡിജിറ്റൽ ജേർണലിസം, ടെലിവിഷൻ ജേർണലിസം, ന്യൂസ് പേപ്പർ ജേർണലിസം തുടങ്ങി മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി മേഖലകൾ ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. മൾട്ടിമീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ മൾട്ടിപ്പിൾ മീഡിയാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സിംഗിൾ മീഡിയ കോൺസെൻട്രേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. മീഡിയ ഫീൽഡിലുള്ള ഒട്ടനവധി കാറ്റഗറീസും ടച്ച് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് മൾട്ടിമീഡിയ കോഴ്സ് കടന്നു പോകുന്നത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ അങ്ങനെയല്ല, അതൊക്കെ ഒരു സ്പെസിഫിക് ഏരിയാസ് മാത്രമാണ് എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. മൾട്ടിമീഡിയ അങ്ങനെയല്ല, എല്ലാ ഏരിയാസും ടച്ച് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് BA മൾട്ടിമീഡിയ എന്ന കോഴ്സ് കടന്നു പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ BA മൾട്ടിമീഡിയ പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് മീഡിയയുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഡിഗ്രി കോഴ്സുകൾക്ക് പൊതുവെ പ്രോഗ്രാം എന്നാണ് പറയാറ്. BA മൾട്ടിമീഡിയ പ്രോഗ്രാം, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം, BA മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം, BSc കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാം, അങ്ങനെ ഓരോ കോഴ്സുകൾക്കും പ്രോഗ്രാം എന്നാണ് പറയാറ്. BA മൾട്ടിമീഡിയയ്ക്ക് അകത്തുള്ള വിവിധ പേപ്പറുകൾക്ക് നമ്മൾ പൊതുവെ പേപ്പർ എന്നാണ് അല്ല പറയുക. പേപ്പറുകൾ നമ്മൾ കോഴ്സ് എന്നും പറയും. ഫസ്റ്റ് സെമസ്റ്റർ ഇംഗ്ലീഷ് ഒരു കോഴ്സാണ്, സെക്കൻഡ് ലാംഗ്വേജ് ഒരു കോഴ്സാണ്, IDM ഒരു കോഴ്സാണ്. അങ്ങനെ ഓരോ പേപ്പറും ഓരോ കോഴ്സുകളാണ്. ഒരു ഡിഗ്രി പ്രോഗ്രാമിൽ കോമൺ കോഴ്സ്, കോർ കോഴ്സ്, കോംപ്ലിമെൻ്ററി കോഴ്സ്, ഓപ്പൺ കോഴ്സ് ആൻഡ് ഓഡിറ്റ് കോഴ്സ്, ഇങ്ങനെ 5 കാറ്റഗറി കോഴ്സാണുള്ളത്. ഇതിൽ ആദ്യത്തെ 4 കാറ്റഗറി കോഴ്സുകൾ നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് കൃത്യമായിട്ട് പ്രിൻ്റ് ചെയ്ത് വരുന്ന മാർക്കുകളാണ്. ഉദാഹരണത്തിന് ഒന്നാമത്തെ കോഴ്സ് കോമൺ കോഴ്സ്, ഇത് പൊതുവെ യൂണിവേഴ്സിറ്റി മാർക്ക് ചെയ്യുന്നത് A എന്ന കോഡ് ഉപയോഗിച്ചിട്ടാണ്. A01, A02, A03 അങ്ങനെ. ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ജനറൽ കോഴ്സുമാണ് എന്ത് ചെയ്യുന്നത് പൊതുവെ ഈ കാറ്റഗറിക്കകത്ത് വരിക. അത് BA മൾട്ടിമീഡിയ ആണെങ്കിലും BA മാസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും. രണ്ടാമത്തെ കാറ്റഗറി കോർ കോഴ്സാണ്. അതാണ് മെയിൻ പേപ്പർ. നമ്മൾ മെയിൻ പേപ്പർ എന്ന് പറയുന്നതാണ് കോർ കോഴ്സ്. B എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സിലബസിനകത്ത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുക. അത് ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു കോർ കോഴ്സ്, സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു കോർ കോഴ്സ്, തേർഡ് മുതലാണ് ഒന്നിൽ കൂടുതൽ കോർ കോഴ്സ് ഉണ്ടാവുക. ഫൈനൽ ഇയർ ആയി കഴിഞ്ഞാൽ അത് 5ഉം 6ഉം സെമസ്റ്ററുകളിൽ മുഴുവനും കോർ കോഴ്സും ഓപ്പൺ കോഴ്സും ഉണ്ടായിരിക്കാം. മൂന്നാമത്തെ കാറ്റഗറി കോംപ്ലിമെൻ്ററി കോഴ്സാണ്. സബ്, നമ്മുടെ സബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ബ്രാഞ്ചിലെ ഒരു കോഴ്സ് പഠിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് കോംപ്ലിമെൻ്ററി കോഴ്സ് എന്ന് പറയുന്നത്. C എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സിലബസിനകത്ത് ഇത് മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ മൾട്ടിമീഡിയ ആണെങ്കിൽ BA മൾട്ടിമീഡിയയുടെ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത്
വിഷ്വൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ജേർണലിസമാണ്. ഒരു ഡിഗ്രി പ്രോഗ്രാമിൽ ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടി കോർ കോഴ്സിൻ്റെ കൂടെ 2 കോംപ്ലിമെൻ്ററി കോഴ്സാണ് പഠിക്കേണ്ടത്. BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി കോഴ്സ് മൾട്ടിമീഡിയയും അതുപോലെ തന്നെ ജേർണലിസമാണ്. BA ജേർണലിസം ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി കോഴ്സ് ഇംഗ്ലീഷും മൾട്ടിമീഡിയയാണ്. 4ാമത്തെ കാറ്റഗറിയാണ് ഓപ്പൺ കോഴ്സ്. D എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓപ്പൺ കോഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 5ാം സെമസ്റ്ററിലാണ് ഓപ്പൺ കോഴ്സ് വരിക. 40 മാർക്ക് എക്സ്റ്റേണലും 10 മാർക്ക് ഇൻറ്റേണലുമാണ് ഓപ്പൺ കോഴ്സ് ഉണ്ടായിരിക്കുക. ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി പ്രോഗ്രാം പഠിക്കുന്ന കുട്ടി മറ്റൊരു ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഒരു പേപ്പർ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിച്ചിരിക്കണം. ഉദാഹരണത്തിന് BA മൾട്ടിമീഡിയ പഠിക്കുന്ന കുട്ടി 5ാം സെമസ്റ്ററിൽ ഒരു കോഴ്സായി പഠിക്കേണ്ടത് BA മാസ് കമ്മ്യൂണിക്കേഷൻ്റെയോ അല്ലെങ്കിൽ BA ഇംഗ്ലീഷിൻ്റെയോ അല്ലെങ്കിൽ BSc CS-ൻ്റെയോ അല്ലെങ്കിൽ BBAയുടേതോ അല്ലെങ്കിൽ BCom-ൻ്റെ അങ്ങനെ ഏതെങ്കിലും ഒരു മറ്റൊരു ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഒരു പേപ്പറാണ് അല്ലെങ്കിൽ ഒരു കോഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഒരു കുട്ടി പഠിക്കേണ്ടത്. അതാണ് ഓപ്പൺ കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5ാമത്തെ കാറ്റഗറി ഓഡിറ്റ് ആൻഡ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. ഇത് 2019 റെഗുലേഷൻ 2019 സിലബസ് മുതലാണ് ഓഡിറ്റ് കോഴ്സ് എന്നുള്ള സംഗതി വരുന്നത്. 1st, 2nd, 3rd, 4th സെമസ്റ്ററുകളിലാണ് ഓഡിറ്റ് കോഴ്സ് ഉണ്ടായിരിക്കുക. ഇതിന് സിലബസിൽ പ്രത്യേക സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പ്രത്യേക സമയം ഫിക്സ് ചെയ്ത് ക്ലാസ് എടുക്കുകയൊന്നും ചെയ്യില്ല. പകരം യൂണിവേഴ്സിറ്റി അതിൻ്റെ സിലബസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. സ്റ്റുഡൻസ് അത് പഠിച്ച ശേഷം യൂണിവേഴ്സിറ്റി നടത്തുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ഉപയോഗിച്ച് ആ കോളേജ് തയ്യാറാക്കുന്ന എക്സാം അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ മാർക്ക് വെദർ പാസ് ഓർ ഫെയിൽഡ് എന്ന സ്റ്റാറ്റസ് കോളേജാണ് എന്ത് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റിനെ അറിയിക്കുന്നത്. ഇനി നമുക്ക് ഇവാലുവേഷൻ ക്രൈറ്റീരിയാസിനെ കുറിച്ച് ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ചും, അതായത് BA മൾട്ടിമീഡിയ, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BA മാസ് കമ്മ്യൂണിക്കേഷൻ, ഈ 3 പ്രോഗ്രാമിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവാലുവേഷൻ 2 ടൈപ്പാണുള്ളത്. ഇൻറ്റേർണൽ ഇവാലുവേഷനും എക്സ്റ്റേണൽ ഇവാലുവേഷനും. ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമസ്റ്റർ കാലയളവിൽ നിങ്ങളുടെ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ, അസൈൻമെൻറ്റ്, സെമിനാർസ്, ടെസ്റ്റ് പേപ്പർ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇൻറ്റേർണൽ മാർക്കുകൾ തയ്യാറാക്കുന്നത്. 2 ടൈപ്പ് ഇൻറ്റേർണൽ കാറ്റഗറി ഉള്ളത്. ഒന്ന് ഔട്ട് ഓഫ് 20, രണ്ടാമത് ഔട്ട് ഓഫ് 15. ഒരു കോഴ്സിൻ്റെ ക്രെഡിറ്റ് പോയിൻ്റ് 2 or 3 ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് 15ഉം എക്സ്റ്റേണൽ മാർക്ക്, അതായത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് വരുന്ന തിയറി റിട്ടൺ എക്സാമിനേഷന് വരുന്ന എക്സ്റ്റേണൽ മാർക്ക് 60 ആയിരിക്കും. ടോട്ടൽ 75. അതേ സ്ഥാനത്ത് ക്രെഡിറ്റ് പോയിൻ്റ് 4 or 5 ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് 20ഉം അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ വരുന്ന മാർക്ക് 80ഉം ആയിരിക്കും. ടോട്ടൽ 100. ഇങ്ങനെ 2 ടൈപ്പ് മാർക്ക് പാറ്റേൺ ആണ് 2019 റെഗുലേഷൻ മുതലുള്ള എല്ലാ സിലബസിനകത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്ത് പോരുന്നത്. ഇവാലുവേഷൻ ക്രൈറ്റീരിയയിൽ 2ാമത്തത് പ്രാക്ടിക്കൽ ആൻഡ് പ്രോജക്റ്റ് ഇവാലുവേഷനാണ്. BA മൾട്ടിമീഡിയ, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നീ 2 UG പ്രോഗ്രാമുകൾക്ക് 2nd ഇയറിലും ഫൈനൽ ഇയറിലും, അതായത് 3rd, 4th, 5th, 6th സെമസ്റ്ററുകളിലായി പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരിക്കും. BA മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസ്റ്റിന് അവരുടെ 6th സെമസ്റ്ററിൽ 6ാമത്തെ സെമസ്റ്ററിലാണ് എന്ത് ചെയ്യുന്നത്, പ്രോജക്റ്റ് വരുന്നത്. അവർക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരിക്കില്ല. BA മൾട്ടിമീഡിയയ്ക്കും BA വിഷ്വൽ കമ്മ്യൂണിക്കേഷനും പ്രാക്ടിക്കൽ എക്സാമിൻ കൂടാതെ 6ാമത്തെ സെമസ്റ്ററിൽ പ്രോജക്റ്റ് ഇവാലുവേഷനും ഉണ്ടായിരിക്കും. നമ്മൾ ഇതുവരെ നോക്കിയത് BA മൾട്ടിമീഡിയ, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്നീ UG പ്രോഗ്രാമുകളിലെ
കോമൺ, കോർ, കോംപ്ലിമെൻ്ററി ആൻഡ് ഓപ്പൺ കോഴ്സിനെ കുറിച്ചാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ UG പ്രോഗ്രാമുകളിലും കോമണായി വരുന്ന ഓഡിറ്റ് കോഴ്സിനെ കുറിച്ചാണ്. ഓഡിറ്റ് കോഴ്സ് BA മൾട്ടിമീഡിയക്കോ BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BA മാസ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല എല്ലാ UG പ്രോഗ്രാമുകളും BSc, BA, BCom എല്ലാ UG പ്രോഗ്രാമുകളിലും സെമസ്റ്റർ 1, 2, 3, 4 എന്നീ സെമസ്റ്ററുകളിൽ 2019 സിലബസ് റെഗുലേഷൻ അനുസരിച്ച് നിർബന്ധമാണ്. ഒരു സെമസ്റ്ററിൽ ഒരു ഓഡിറ്റ് കോഴ്സാണ് ഉണ്ടാവുക. സെമസ്റ്റർ 1 എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, സെമസ്റ്റർ 2 ജെൻഡർ സ്റ്റഡീസ്, സെമസ്റ്റർ 3 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് സെമസ്റ്റർ 4 ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇങ്ങനെയാണ് 4 ഓഡിറ്റ് കോഴ്സുകൾ യൂണിവേഴ്സിറ്റി 2019 റെഗുലേഷൻ പ്രകാരം എല്ലാ UG പ്രോഗ്രാമുകളിലെ സിലബസിലും ക്രമീകരിച്ചിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2012 മുതലാണ് ആരംഭിച്ചതെന്നുള്ളത് നേരത്തെ പറഞ്ഞു. BA മൾട്ടിമീഡിയ, മുൻപത് BMMC ആയിരുന്നു. അതാണ് 2012 ആദ്യമായി മജ്ലിസ് കോളേജിൽ ആരംഭിച്ചത്. പിന്നീട് 2013 BA മാസ് കമ്മ്യൂണിക്കേഷനും 2019 BA വിഷ്വൽ കമ്മ്യൂണിക്കേഷനും ആരംഭിച്ചു. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. BA മൾട്ടിമീഡിയ ഒരു സ്കിൽ ബേസ്ഡ് UG പ്രോഗ്രാമാണ്. 6 സെമസ്റ്റർ ഡ്യൂറേഷൻ ഉള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന സ്കിൽ ബേസ്ഡ് UG പ്രോഗ്രാമാണ് BA മൾട്ടിമീഡിയ. ഇതിൻ്റെ മെയിൻ പേപ്പർ, അതായത് കോർ പേപ്പർ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസും സബായി വരുന്നത്, അതായത് കോംപ്ലിമെൻ്ററി ആയി വരുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനും ജേർണലിസവുമാണ്. മൾട്ടിമീഡിയ എന്ന വേർഡ് തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്. മൾട്ടിപ്പിൾ മീഡിയ, മീഡിയയുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയകളും കവർ ചെയ്തു പോകുന്ന സിലബസും സ്ട്രക്ചറുമാണ് BA മൾട്ടിമീഡിയ എന്ന കോഴ്സിനുള്ളത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, UX ആൻഡ് UI ഡിസൈനിങ്, വെബ് ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി, അതുപോലെ തന്നെ 2D അനിമേഷൻ, 3D അനിമേഷൻ, ഓഡിയോ റെക്കോർഡിംഗ്, എഡിറ്റിംഗ്, പ്രോസസ്സിംഗ്, മാസ്റ്ററിംഗ്, ദെൻ വീഡിയോ റെക്കോർഡിംഗ്, എഡിറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, VFX, മൾട്ടിപ്പിൾ ക്യാമറ സെറ്റപ്പ്, മൾട്ടി ക്യാമറ പ്രൊഡക്ഷൻ, ജേർണലിസം, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഡ്രോയിങ് തുടങ്ങി മീഡിയയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഏരിയാസ് മൾട്ടിമീഡിയ എന്ന കോഴ്സ് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോഴ്സ് കഴിയുന്ന ഓരോ വിദ്യാർത്ഥിക്കും മീഡിയ ഇൻഡസ്ട്രിയുടെ ഏത് ഏരിയയിൽ പോയി വേണമെങ്കിലും ജോബ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് മീഡിയ ഇൻഡസ്ട്രിയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച കോഴ്സുകളിലൊന്നാണ് BA മൾട്ടിമീഡിയ എന്ന UG പ്രോഗ്രാം. BA മൾട്ടിമീഡിയ UG പ്രോഗ്രാമിൻ്റെ ഒന്നാമത്തെ സെമസ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സെമസ്റ്ററിൽ 6 കോഴ്സസാണ് നമുക്ക് പഠിക്കാനുള്ളത്. കോഴ്സ് നമ്പർ 1 കോമൺ കോഴ്സാണ് ഇംഗ്ലീഷ്. കോഴ്സ് നമ്പർ 2 അതും കോമൺ കോഴ്സാണ് ഇംഗ്ലീഷ്. ദെൻ കോഴ്സ് നമ്പർ 3 അത് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഹിന്ദി, മലയാളം, അറബിക്. അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഇനി കോഴ്സ് നമ്പർ 4 മുതലാണ് എന്ത് ചെയ്യുന്നത്, മൾട്ടിമീഡിയയുടെ സബ്ജക്റ്റുകളും അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. 4ാമത്തെ സബ്ജക്റ്റാണ് കോർ പേപ്പർ, അതായത് മൾട്ടിമീഡിയ BA മൾട്ടിമീഡിയ ഫസ്റ്റ് സെമസ്റ്ററിലെ മെയിൻ പേപ്പറാണ് കോർ പേപ്പർ. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മീഡിയ എന്നുള്ളതാണ് ഫസ്റ്റ് സെമസ്റ്ററിലെ കോർ സബ്ജക്റ്റ്. കമ്പ്യൂട്ടർ ബേസിക്സ്, നെറ്റ്വർക്കിംഗ്, ഡിജിറ്റൽ ഡിവൈസസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽ ഫോർമാറ്റ്സ്, ഓഡിയോ ടെക്നോളജി, വീഡിയോ കംപ്രഷൻ ടെക്നോളജി തുടങ്ങിയ കമ്പ്യൂട്ടർ ബേസിക്സുമായും മൾട്ടിമീഡിയ ബേസിക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയയും നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2ാം സബ്ജക്റ്റ് അത് കോംപ്ലിമെൻ്ററി പേപ്പറാണ്, ഇൻട്രൊഡക്ഷൻ ടു മാസ് മീഡിയ. മീഡിയ ഇൻഡസ്ട്രിയെക്കുറിച്ചും ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, റേഡിയോ, ഇൻ്റർനെറ്റ്
വിവിധ മീഡിയാസിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ആ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മൂന്നാമത്തെ പേപ്പർ, അതായത് 6ാമത്തെ കോഴ്സാണ് കോംപ്ലിമെൻ്ററി ടു ഇൻട്രൊഡക്ഷൻ ടു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ മീഡിയ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു കോഴ്സിനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഫസ്റ്റ് സെമസ്റ്റർ BA മൾട്ടിമീഡിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് 6 കോഴ്സസാണ്. ഒന്നാമത്തത് കോമൺ കോഴ്സ് ഇംഗ്ലീഷ്, രണ്ടാമത്തത് കോമൺ കോഴ്സ് തന്നെയാണ്, അതും ഇംഗ്ലീഷാണ്. മൂന്നാമത്തത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. നാലാമത്തതാണ് നമ്മളെ മെയിൻ കോഴ്സ് അല്ലെങ്കിൽ മെയിൻ പേപ്പർ, അത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മീഡിയ ആണ്. ദെൻ 5ാമത്തത് കോംപ്ലിമെൻ്ററി കോഴ്സ് 1, അത് ഇൻട്രൊഡക്ഷൻ ടു മാസ് മീഡിയ. ആൻഡ് 6ാമത്തത് കോഴ്സ് നമ്പർ 6 ഇൻട്രൊഡക്ഷൻ ടു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അതും കോംപ്ലിമെൻ്ററി കോഴ്സാണ്. ഇത്ര പേപ്പേഴ്സാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത്ര കോഴ്സസാണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ BA മൾട്ടിമീഡിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫസ്റ്റ് സെമസ്റ്റർ BA മൾട്ടിമീഡിയയെക്കുറിച്ചൊരു ധാരണയായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ സെമസ്റ്റർ 2, 3, 4, 5, 6 ഈ 6 സെമസ്റ്ററുകളിലും വളരെ വെറൈറ്റി ആയിട്ടുള്ള, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇൻഡസ്ട്രിയിലെ ഒട്ടുമിക്ക അപ്ലിക്കേഷൻസും, അതുകൂടാതെ തന്നെ ഇൻഡോർ ലൈറ്റിംഗ്, ഔട്ട്ഡോർ ലൈറ്റിംഗ്, ഇൻഡോർ ഫോട്ടോഗ്രാഫി, ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി, മൾട്ടി ക്യാമറ പ്രൊഡക്ഷൻ, മൾട്ടി ക്യാമറ ലൈവ് പ്രൊഡക്ഷൻ തുടങ്ങിയ മറ്റുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ട്രെയിനിങ്ങും നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു UG പ്രോഗ്രാമാണ് BA മൾട്ടിമീഡിയ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസിലെ 2ാമത്തെ UG പ്രോഗ്രാമായ BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തെ കുറിച്ചാണ്. BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു UG പ്രോഗ്രാമാണ്. BA ട്രഡീഷണൽ പാറ്റേണിൽ വരുന്ന UG പ്രോഗ്രാമാണ് BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. ഇതിൻ്റെ കോർ സബ്ജക്റ്റ്, അതായത് മെയിൻ സബ്ജക്റ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസവും സബ്സിഡിയറി, അതായത് കോംപ്ലിമെൻ്ററി പേപ്പേഴ്സായി വരുന്നത് ഇംഗ്ലീഷും മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസുമാണ്. ന്യൂസ് റിപ്പോർട്ടിംഗ്, ന്യൂസ് എഡിറ്റിംഗ്, ആങ്കറിംഗ്, ടെലിവിഷൻ ന്യൂസ് റീഡിംഗ്, കണ്ടൻറ് റൈറ്റിംഗ്, പബ്ലിക് റിലേഷൻ, അഡ്വർടൈസിംഗ് തുടങ്ങിയ ഒരുപാട് മേഖലകൾ, മീഡിയ എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകൾ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന കോഴ്സ് കവർ ചെയ്ത് പോകുന്നുണ്ട്. കോഴ്സിന് ശേഷം MA മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസമോ അല്ലെങ്കിൽ MCJക്കോ വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പോകാവുന്നതാണ്. BA മാസ് കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 കോഴ്സസാണ്. മൾട്ടിമീഡിയയിൽ 6 ആണെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അത് 5 കോഴ്സാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കോഴ്സ് കോമൺ കോഴ്സ് തന്നെയാണ്, ഇംഗ്ലീഷ്. രണ്ടാമത്തെ കോഴ്സും കോമൺ കോഴ്സാണ്, അതും ഇംഗ്ലീഷാണ്. മൂന്നാമത്തെ കോഴ്സ് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. നാലാമത്തെ കോഴ്സ് അതാണ് മെയിൻ സബ്ജക്റ്റ്, ഫണ്ടമെൻ്റൽസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഫണ്ടമെൻ്റൽസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയാസ്, കമ്മ്യൂണിക്കേഷൻ കാറ്റഗറീസ്, ഇതെല്ലാം കവറായി വരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പ്രൊഫഷനെ കുറിച്ചും കോഴ്സസിനെ കുറിച്ചും ഇൻഡസ്ട്രിയെക്കുറിച്ചും കൃത്യമായ ഒരു അവയർനെസ് കൊടുക്കുക എന്നതാണ് ഫസ്റ്റ് സെമസ്റ്ററിലെ ഫണ്ടമെൻ്റൽസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5ാമത്തെ കോഴ്സ് കോംപ്ലിമെൻ്ററി കോഴ്സാണ്, മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ്. അതിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് മൾട്ടിമീഡിയയും ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റും വരുന്നുണ്ട്. മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസിനെ ഉപയോഗത്തെക്കുറിച്ചും മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസിനെ കുറിച്ചും അതിൻ്റെ ഇൻഡസ്ട്രിയെക്കുറിച്ചും കൂടാതെ ഇലക്ട്രോണിക് ലേണിങ്ങിനെ കുറിച്ചും ഇലക്ട്രോണിക് കണ്ടൻറ് മേക്കിങ്ങിനെ കുറിച്ചും വളരെ ഡീപ്പായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോഴ്സാണ് മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ് എന്നുള്ള കോഴ്സ്. ഇങ്ങനെ
5 കോഴ്സസാണ് BA മാസ് കമ്മ്യൂണിക്കേഷൻ UG പ്രോഗ്രാമിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മാസ് കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് സെമസ്റ്ററിനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഒന്നുകൂടി പറയാം, 5 കോഴ്സസാണുള്ളത്. കോഴ്സ് നമ്പർ 1 ഇംഗ്ലീഷ്, കോഴ്സ് നമ്പർ 2 ഇംഗ്ലീഷ്, കോഴ്സ് നമ്പർ 3 സെക്കൻഡ് ലാംഗ്വേജ്, കോഴ്സ് നമ്പർ 4 ഫണ്ടമെൻറ്റൽസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, അത് കോർ കോഴ്സാണ്. 5ാമത്തെ കോഴ്സാണ് കോംപ്ലിമെൻ്ററി കോഴ്സ് മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സിനെ കുറിച്ച് നോക്കാം. BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഒരു സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് 2019 മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ആരംഭിക്കുന്നത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഫെമിലർ ആയിട്ടുള്ള കോഴ്സാണ്. 2D അനിമേഷൻ, 3D അനിമേഷൻ, VFX, മോഷൻ ഗ്രാഫിക്സ്, ടെലിവിഷൻ പ്രൊഡക്ഷൻ, ആർട്ട്, ഡിജിറ്റൽ ഡ്രോയിങ്, ഫോട്ടോഗ്രാഫി തുടങ്ങി വിഷ്വൽ മീഡിയ രംഗത്തെ ടെക്നിക്കലി ആൻഡ് തിയററ്റിക്കലി ഒട്ടനവധി ഏരിയാസ് കവർ ചെയ്യുന്ന UG പ്രോഗ്രാമാണ് BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് സെമസ്റ്ററിൽ 6 കോഴ്സസാണുള്ളത്. ഒന്നാമത്തെ കോഴ്സ് നമ്പർ 1 കോമൺ കോഴ്സാണ് ഇംഗ്ലീഷ്. 2ാമത്തെ കോഴ്സ് നമ്പർ 2 അതും എന്താണ്, കോമൺ കോഴ്സാണ് ഇംഗ്ലീഷ്. കോഴ്സ് നമ്പർ 3 കോമൺ കോഴ്സാണ് സെക്കൻഡ് ലാംഗ്വേജ്. കോഴ്സ് നമ്പർ 4 അത് കോർ കോഴ്സാണ്, വിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് കോഴ്സിൻ്റെ പേര്. വിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ UGക്ക് മാത്രമുള്ള കോഴ്സാണ്. വിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബേസിക്സിനെ കുറിച്ചും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ചും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സ്കോപ്പിനെ കുറിച്ചും ഒക്കെയാണ് ആ ഒരു കോഴ്സിനകത്ത് പ്രതിപാദിക്കുന്നത്. 5ാമത്തെ കോഴ്സ് കോംപ്ലിമെൻ്ററി കോഴ്സാണ്, ഇൻട്രൊഡക്ഷൻ ടു മാസ് മീഡിയ. അത് മൾട്ടിമീഡിയക്കും കോമണായി വരുന്നതാണ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോമണായി വരുന്നതാണ്. 6ാമത്തെ കോഴ്സും കോംപ്ലിമെൻ്ററി കോഴ്സാണ്, മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസിലെ ഫണ്ടമെൻറ്റൽസ് ഓഫ് മൾട്ടിമീഡിയ. അത് വിഷ്വൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മൾട്ടിമീഡിയ ഓഫർ ചെയ്യുന്ന കോഴ്സാണ്. അങ്ങനെ 6 കോഴ്സസാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസ് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ് 6 ഒന്ന് കോമൺ കോഴ്സ് 1, സെക്കൻഡ് കോമൺ കോഴ്സ് 2, 3ാമത് സെക്കൻഡ് ലാംഗ്വേജ്, 4ാമത് കോർ കോഴ്സ് വിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, 5ാമത് കോംപ്ലിമെൻ്ററി കോഴ്സ് ഇൻട്രൊഡക്ഷൻ ടു മാസ് മീഡിയ, 6ാമത് കോംപ്ലിമെൻ്ററി കോഴ്സ് ഫണ്ടമെൻറ്റൽസ് ഓഫ് മൾട്ടിമീഡിയ. ഇങ്ങനെ 6 കോഴ്സസാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 UG പ്രോഗ്രാമുകളാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. BA മൾട്ടിമീഡിയ, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. 3 UG പ്രോഗ്രാമുകളും മീഡിയ റിലേറ്റഡ് ആണ്. എങ്കിലും 3 UG പ്രോഗ്രാം തമ്മിലും ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ട്. മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ റിലേറ്റഡ് തിയറി ഭാഗങ്ങൾ കവർ ചെയ്യുമ്പോൾ മൾട്ടിമീഡിയ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് UG പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ കോഴ്സുകളും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 UG പ്രോഗ്രാമുകളും അതിൻ്റെ സ്ട്രക്ചറിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. മീഡിയ കോഴ്സുകൾ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ സ്ഥാപനത്തിലെ ആ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിനെ കുറിച്ചാണ്. ഇത്തരം കോഴ്സുകൾ പഠിക്കാൻ ആവശ്യമായ ലാബുകളും സ്റ്റുഡിയോ സംവിധാനങ്ങളും ആ ക്യാമ്പസിലുണ്ടോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമാണ് മീഡിയ കോഴ്സ് പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആവശ്യം. പ്രാക്ടിക്കൽ കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകി തിയറി താരതമ്യേന കുറവായ രീതിയിലാണ്
BA മൾട്ടിമീഡിയ, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നീ കോഴ്സുകളുടെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരളത്തിലെ മീഡിയ UG പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്ന മറ്റുള്ള കോളേജുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ മികച്ച അടിസ്ഥാന സൗകര്യമാണ് മീഡിയ കോഴ്സുകൾക്ക് നൽകുന്നത്. ഏറ്റവും മികച്ച രീതിയിലുള്ള ലാബ്, സ്റ്റുഡിയോ സംവിധാനങ്ങളും പ്രഗത്ഭരായ അധ്യാപകരും, ഈ 2 സംഗതികളാണ് ഒരു മീഡിയ കോഴ്സ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ബേസിക് നീഡ്സ്. മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ 3 സെക്ഷനുകളായിട്ടാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഒന്നാമത് വർക്ക് സ്റ്റേഷൻ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, 2D അനിമേഷൻ, 3D അനിമേഷൻ, ഡിജിറ്റൽ ഡ്രോയിങ്, UX UI ഡിസൈനിങ്, വെബ് ഡിസൈനിങ് തുടങ്ങിയ പ്രാക്ടിക്കൽ ക്ലാസുകൾ എടുക്കുന്നതും വിദ്യാർത്ഥികൾ അത് പ്രാക്ടീസ് ചെയ്യുന്നതും മൾട്ടിമീഡിയ വർക്ക് സ്റ്റേഷനകത്താണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസാണ് വർക്ക് സ്റ്റേഷൻ്റെ അകത്ത് ഒരുക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ സെക്ഷൻ മൾട്ടിമീഡിയ സ്റ്റുഡിയോ കോംപ്ലക്സ് ആണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാറ്റഗറിയാണ് ഓഡിയോ റെക്കോർഡിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സ്റ്റുഡിയോ. ഫുള്ളി അക്യൂസ്റ്റിക് ചെയ്ത സ്റ്റുഡിയോ സിസ്റ്റമാണ് ഓഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കണ്ടൻസർ മൈക്രോഫോൺ സിസ്റ്റം, ഇതുകൂടാതെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓഡിയോ പ്രൊഡക്ഷൻ ആപ്ലിക്കേഷൻസ്, ഡിജിറ്റൽ മിക്സർ തുടങ്ങിയ ഏറ്റവും അത്യധികമായിട്ടുള്ള സംവിധാനങ്ങൾ ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒരുക്കിയിട്ടുണ്ട്. ഓഡിയോ റെക്കോർഡിംഗ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി ഫോട്ടോഗ്രാഫിക് സ്റ്റുഡിയോ ആണ്. പ്രോഡക്റ്റ് ആൻഡ് മോഡലിംഗ് ഫോട്ടോഗ്രാഫിക്ക് ആവശ്യമായിട്ടുള്ള അത്യാധുനിക ലൈറ്റിംഗ് സംവിധാനങ്ങൾ, 3.4 ലൈറ്റിംഗ് സംവിധാനങ്ങൾ, വിവിധ കാറ്റഗറിപ്പെട്ട മിറർ ആൻഡ് മിറർലെസ് ക്യാമറകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെൻസസ് തുടങ്ങിയവ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോയ്ക്കകത്ത് ഒരുക്കിയിട്ടുണ്ട്. അടുത്ത കാറ്റഗറി ഓഗ്മെൻറ്റ് റിയാലിറ്റി സ്റ്റുഡിയോ ഫ്ലോറാണ്. ഓഗ്മെൻറ്റ് റിയാലിറ്റി സ്റ്റുഡിയോ ഫ്ലോറിൽ 4K ക്യാമറയും ഗ്രീൻ കോമ്പോസിന് ആവശ്യമായിട്ടുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഓഡിയോ ക്യാപ്ചറിംഗ് സിസ്റ്റവും അവിടെ അവൈലബിൾ ആണ്. മറ്റൊരു കാറ്റഗറി PCR1 എഡിറ്റിംഗ് സൂട്ട് 1 ആണ്. ഓഗ്മെൻറ്റ് റിയാലിറ്റി ഫ്ലോറിൽ നിന്നും ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസിനെ എഡിറ്റ് ചെയ്യാനും അതിൽ മോഷൻ ഗ്രാഫിക്സ് ആഡ് ചെയ്യാനും ഉള്ള സൗകര്യങ്ങൾ PCR1 ഒരുക്കിയിട്ടുണ്ട്. മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തന്നെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു സംരംഭമാണ് ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. മൾട്ടിമീഡിയ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ജേർണലിസം വിദ്യാർത്ഥികൾക്ക് പ്രൊഡക്ഷൻ ട്രെയിനിങ് നൽകുന്നത് ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ വെച്ചാണ്. അത്യാധുനിക ലൈറ്റിംഗ് സംവിധാനങ്ങൾ, മൾട്ടി ക്യാമറ ഷൂട്ടിംഗ് ഫെസിലിറ്റി, ഓഡിയോ ക്യാപ്ചറിംഗ് സിസ്റ്റം, ജിപ്സ്, ട്രാക്ക് ആൻഡ് റോളി സംവിധാനങ്ങൾ, ജിംബൽ, സ്റ്റഡി ക്യാം തുടങ്ങിയ സൗകര്യങ്ങൾ ഷൂട്ടിംഗ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റ് സെൻറ്ററുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന PCR2 ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളുള്ള എഡിറ്റിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മാക് അടക്കമുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എഡിറ്റിംഗ് നടത്തുന്നത്. ഒരേ സമയം 8 എഡിറ്റർമാർക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം അവിടെ അവൈലബിൾ ആണ്. ഇതുകൂടാതെ ലൈറ്റിംഗ് കൺട്രോൾ സിസ്റ്റം, മൾട്ടി ക്യാമറ സ്വിച്ചർ, VTR, സ്ട്രീമർ, ലൈവ് ടെലികാസ്റ്റിംഗ് ഫെസിലിറ്റി തുടങ്ങിയ സംവിധാനങ്ങളും PCR-ൻ്റെ അകത്തെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കൂടാതെ ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കും ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്കും ആവശ്യമായിട്ടുള്ള അഡീഷണൽ ഡിവൈസസ്, ഔട്ട്ഡോർ ഷൂട്ടിന് ആവശ്യമായിട്ടുള്ള യൂണിറ്റുകൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും, മീഡിയ കോഴ്സ് പഠിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ പ്രാക്ടിക്കൽ കോഴ്സുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ച് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണലുകളാക്കി വാർത്തെടുക്കുക എന്നതാണ് മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഓരോ കോഴ്സ് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. 3 പ്രോഗ്രാമുകളിലെ ഓരോ കോഴ്സ് കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഉദ്ദേശമാണ്. മജ്ലിസ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ സംരംഭങ്ങളിൽ ഒന്നാണ് മാസ് മീഡിയ. വിദ്യാർത്ഥികളെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡായി പഠിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ് സഹായിക്കുന്നത് മാസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലാണ്. വിവിധ പ്രോഗ്രാമുകൾ
ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അത് ഗ്രാഫിക്സ് ചെയ്യാനും എല്ലാം മാസ് മീഡിയ യൂട്യൂബ് ചാനലിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ സിനിമാറ്റോഗ്രഫി, ഫോട്ടോഗ്രാഫി തുടങ്ങിയ ഏരിയകളും മാസ് മീഡിയ യൂട്യൂബ് ചാനൽ വഴി വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ഓരോ സെമസ്റ്ററുകളിലെ വിദ്യാർത്ഥികളും അവർ മാസ് മീഡിയയുടെ ഭാഗമായി മാറുകയും അവരുടെ വിവിധ പ്രൊഡക്ഷൻസ് മാസ് മീഡിയ വഴി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു സംരംഭമാണ് ഇക്കൺ ഡെവലപ്മെൻറ്റ് സെൻറ്റർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോണിക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇക്കൺ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കണ്ടൻറ്റ് പ്രൊഡക്ഷൻ സെൻ്ററാണ്. മജ്ലിസ് കോളേജിലെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് ഇവിടെ പ്രൊഡക്ഷൻ എക്സ്പേർട്ടുകളായി പ്രവർത്തിക്കുന്നത്. ഇവർ തയ്യാറാക്കുന്ന ഇലക്ട്രോണിക് കണ്ടൻറ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാസ് മീഡിയയിലും ഈ കണ്ടൻറ്റ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലുമായി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് ആണ് മജ്ലിസ് മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നത്. മറ്റുള്ള കോളേജിലെ വിദ്യാർത്ഥികൾ പോലും ട്രെയിനിങ്ങിന് വേണ്ടി മജ്ലിസ് കോളേജിലെ ഇക്കൺ ഡെവലപ്മെൻറ്റ് സെൻറ്റർ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയും നിലവിലുണ്ട്. അപ്പോൾ മറ്റുള്ള കോളേജുകൾ പോലും അവരുടെ ട്രെയിനിങ് പർപ്പസിനുള്ള ഒരു സെൻറ്ററായി, ഒരു മീഡിയ സെൻറ്ററായി മജ്ലിസ് കോളേജിനെ കാണുന്നു എന്നത് മജ്ലിസ് കോളേജിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെയും ട്രെയിനിങ്ങിൻ്റെയും മേന്മകൊണ്ടാണ്. മൾട്ടിമീഡിയ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ ഈ 3 കോഴ്സും പഠിച്ചു കഴിഞ്ഞാൽ വാട്ട്സ് നെക്സ്റ്റ്? ഇതിൻ്റെ ഒരു ജോബ് ചാൻസസ് എന്തൊക്കെയാണ്, ഹയർ എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അടുത്ത് നോക്കാം. കാരണം പഠിക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും വലിയൊരു ആവശ്യം എന്നുള്ളത് കോഴ്സിന് ശേഷം ഒരു ജോബ് കിട്ടുന്നതാണ്. ആഫ്റ്റർ ദ കോഴ്സ് മൾട്ടിമീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സുകൾ സ്കിൽ ഓറിയൻറ്റഡ് UG പ്രോഗ്രാമുകളാണ്. BA മൾട്ടിമീഡിയ ആൻഡ് BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ UG പ്രോഗ്രാമുകൾക്ക് ശേഷം ഗ്രാഫിക് ഡിസൈനർ, UX ആൻഡ് UI ഡിസൈനർ, വെബ് ഡിസൈനർ, വിഷ്വൽ എഡിറ്റർ, ഫോട്ടോഗ്രാഫർ, സിനിമാറ്റോഗ്രാഫർ, മോഷൻ ഗ്രാഫിക് ആർട്ടിസ്റ്റ്, VFX കോമ്പോസിറ്റർ, 2D അനിമേറ്റർ, 3D അനിമേറ്റർ, ആർക്കിടെക്ചർ ഡിസൈനർ, ഗെയിം ഡിസൈനർ, പ്രിൻറ്റ് ഡിസൈനർ, പ്രിൻ്റ് മീഡിയ പേഴ്സൺ തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാം. BA മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സിന് ശേഷം വിവിധ മീഡിയ ഫേമുകളിൽ കണ്ടൻറ് റൈറ്റേഴ്സ്, കോപ്പിറൈറ്റ് എഡിറ്റേഴ്സ്, ന്യൂസ് റിപ്പോർട്ടേഴ്സ്, ന്യൂസ് ആങ്കറിംഗ് പേഴ്സൺ, അഡ്വർടൈസിംഗ് ഏജൻസീസിൽ തുടങ്ങിയ മേഖലകളിലെല്ലാം ജോലി ചെയ്യാം. BA മൾട്ടിമീഡിയ, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിന് ശേഷം MA മൾട്ടിമീഡിയ, MA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, MSc മൾട്ടിമീഡിയ, MSc ഇലക്ട്രോണിക് മീഡിയ, MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, MSc ഡിജിറ്റൽ മീഡിയ തുടങ്ങിയ PG പ്രോഗ്രാമുകളും BA മാസ് കമ്മ്യൂണിക്കേഷൻ UGക്ക് ശേഷം MA മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം, MA മൾട്ടിമീഡിയ, MCJ തുടങ്ങിയ PG പ്രോഗ്രാമുകളിലും വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്ത് ഹയർ എഡ്യൂക്കേഷന് പോകുന്നതാണ്. അടുത്തത് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ക്രൈറ്റീരിയയാണ്. ഓരോ കോഴ്സിനും 2 കാറ്റഗറിയിലാണ് മാർക്കുള്ളത്: ഇൻറ്റേർണൽ അസസ്മെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ അസസ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രെഡിറ്റ് 2, 3 ക്രെഡിറ്റുള്ള കോഴ്സുകൾക്ക് ഇൻറ്റേർണൽ മാർക്ക് 15-ലും 4, 5 ക്രെഡിറ്റുള്ള കോഴ്സുകൾക്ക് ഇൻറ്റേർണൽ മാർക്ക് 20-ലുമാണ്. ഇൻറ്റേർണൽ മാർക്ക് 15-ൽ 3 മാർക്ക് അസൈൻമെൻറ്റ്, 3 മാർക്ക് അറ്റൻഡൻസ്, 3 മാർക്ക് സെമിനാർ, അങ്ങനെ 9 മാർക്കും 6 മാർക്ക് ടെസ്റ്റിനും, അങ്ങനെ മൊത്തം 15 മാർക്ക്. ഇൻറ്റേർണൽ മാർക്ക് 20 ആണെങ്കിൽ 4 മാർക്ക് അസൈൻമെൻറ്റ്, 4 മാർക്ക് സെമിനാർ, 4 മാർക്ക് അറ്റൻഡൻസ്, 8 മാർക്ക് ടെസ്റ്റ് പേപ്പറിന്, അങ്ങനെ ടോട്ടൽ 20. ഇത് ഫിക്സ് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ കോഴ്സിൻ്റെയും ക്രെഡിറ്റ് അനുസരിച്ചിട്ടാണ്. ക്രെഡിറ്റ് 2, 3 ആണെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് 15-ഉം, ക്രെഡിറ്റ് 4, 5 ആണെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് 20-ഉം. ഇതനുസരിച്ച് എക്സ്റ്റേണൽ മാർക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇൻറ്റേർണൽ മാർക്ക് 15 വിഷയങ്ങൾക്ക് എക്സ്റ്റേണൽ മാർക്ക് 60-ഉം, ഇൻറ്റേർണൽ മാർക്ക് 20 വിഷയങ്ങൾക്ക് എക്സ്റ്റേണൽ മാർക്ക് 80-ഉമായിരിക്കും. മജ്ലിസ് കോളേജിലെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഓരോ UG പ്രോഗ്രാമിനും അവരുടെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ ഭാഗമായി ഫീൽഡ് വിസിറ്റുകളും ഇൻഡസ്ട്രി വിസിറ്റുകളും മാൻഡേറ്ററി ആയിട്ടുള്ള ഒന്നാണ്. വിദ്യാർത്ഥികൾ വിവിധ ടെലിവിഷൻ സ്റ്റുഡിയോസ്, പ്രിൻറ്റിംഗ് ഹൗസസ്, വെബ് ഡിസൈനിങ് കമ്പനീസ്
അനിമേഷൻ സ്റ്റുഡിയോസ്, ടെലിവിഷൻ സ്റ്റുഡിയോസ്, ഫിലിം സിറ്റികൾ എന്നിവിടങ്ങളിൽ പോയി അവിടുത്തെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസും പ്രൊഡക്ഷൻ സിസ്റ്റംസും കണ്ട് അതിൻ്റെ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏൽപ്പിക്കുന്ന ഒരു സിസ്റ്റം കോളേജിൽ നടന്നു വരുന്നുണ്ട്. ഇതുവഴി ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും ന്യൂ ടെക്നോളജിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവയർനെസ് കിട്ടുന്നതാണ്. കൂടാതെ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ഓരോ സെമസ്റ്ററുകളിലും വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നൽകുന്നതിന് വേണ്ടി നടത്താറുണ്ട്. ഇതും മജ്ലിസ് കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളിൽ ഒന്നാണ്. BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BA മൾട്ടിമീഡിയ വിദ്യാർത്ഥികൾക്ക് ഈവൻ സെമസ്റ്ററുകളിലാണ് പ്രാക്ടിക്കൽ എക്സാമുകൾ യൂണിവേഴ്സിറ്റി നടത്തുന്നത്. അതായത് സെമസ്റ്റർ 4-ലും 6-ലും യൂണിവേഴ്സിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ എക്സാമിനറും കോളേജ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ എക്സാമിനറുമാണ് യൂണിറ്റ് എക്സാമുകൾ യഥാസമയം നടത്തുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്, പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യണം. കാരണം ഓരോ സോഫ്റ്റ്വെയറിനും ഓരോ എക്യുപ്മെൻസിനും പ്രാക്ടിക്കൽ പരീക്ഷകളും വൈവേ പരീക്ഷകളും ഉണ്ടായിരിക്കും. മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള 3 UG പ്രോഗ്രാമുകളെക്കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും ജോബ് ചാൻസസിനെ കുറിച്ചും 3 UG പ്രോഗ്രാമുകളും കവർ ചെയ്യുന്ന വിവിധ കോഴ്സുകളെക്കുറിച്ചും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിനെ കുറിച്ചും ഒക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള നമ്മുടെ ക്യാമ്പസിൽ വന്ന് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം പഠനം, അത് നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി മജ്ലിസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫാമിലിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം.